വീട്ടിലുള്ള 2 പ്രൊഡക്ട്സ് വെച്ചൊരു ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പം നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് റെഡി ആവുക എന്നുള്ളതാണ് കേട്ടോ. പുറത്തുനിന്ന് വണ്ടി പോകുന്നതിൻ്റെയൊക്കെ വോയിസ് കേൾക്കുന്നുണ്ട്. സോ എൻ്റെ വോയിസ് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് 3 പ്രൊഡക്ട്സ് വെച്ച് എങ്ങനെ റെഡി ആവുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതായത് നമ്മൾ കുറേ കാലങ്ങൾക്ക് മുന്നേ പെട്ടെന്ന് റെഡി ആയിക്കൊണ്ടിരുന്നൊരു സംഭവം ഉണ്ടല്ലോ. ഇപ്പോൾ സാധനങ്ങളെല്ലാം വാരി തേച്ച് കുറേ ടൈം എടുക്കാറില്ല നമ്മൾ റെഡി ആവാൻ. അപ്പോൾ നമുക്കിന്ന് 3 പ്രൊഡക്ട്സ് വെച്ച് എങ്ങനെ റെഡി ആവാൻ നോക്കാം കേട്ടോ. കറക്റ്റ് 3 പ്രൊഡക്ട്സേ ഉള്ളൂ. ചില പാക്കുകൾ, ഫേസ് പാക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് 2 സാധനങ്ങൾ കൊണ്ട് എങ്ങനെ ഫേസ് പാക്ക് ഉണ്ടാക്കാമെന്നായിരിക്കും അവർ പറയുന്നത്. ആ വീഡിയോയുടെ ഡ്യൂറേഷൻ ഒരു 10 മിനിറ്റ് കാണും. നമ്മൾ 2 പ്രൊഡക്ട്സ് എല്ലാം ഉള്ളൂ, വീട്ടിലുള്ള 2 പ്രൊഡക്ട്സ് വെച്ച് എങ്ങനെ പെട്ടെന്ന് മുഖം ഫേസ് പാക്ക് ഉണ്ടാക്കാമെന്നൊക്കെ കാണിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും 2 പ്രൊഡക്ട്സ് എല്ലാം ഉള്ളൂ, വീട്ടിലുള്ളതല്ലേ, ഒപ്പം അത് കാണാമെന്ന് വിചാരിക്കും. അതൊരു 10-20 മിനിറ്റ് ഡ്യൂറേഷനുള്ളൊരു വീഡിയോ ആയിരിക്കും. നമ്മളത് കുത്തിയിരുന്ന് കാണും. എൻ്റെ അനുഭവമാണ് കേട്ടോ പറയുന്നത്. നമ്മളത് കുത്തിയിരുന്ന് കാണും. എന്താ, 2 പ്രൊഡക്ട്സ് അല്ലേ ഉള്ളൂ, അതും വീട്ടിലുള്ളതല്ലേ. ഒപ്പം നമുക്കത് ചെയ്യാമെന്ന് കരുതിയായിരിക്കും നമ്മളതിരുന്ന് കാണുന്നത്. പക്ഷേ അവർ ഓരോ സാധനങ്ങൾ എടുക്കുമ്പോഴും എന്താ പറയുക, 5-6 സാധനങ്ങളൊക്കെ വെച്ചായിരിക്കും അത് ചിലപ്പോൾ അത് ഉണ്ടാക്കുന്നത്. പക്ഷേ അതിൻ്റെ തംബ്ലൈനിലും പിന്നെന്താ ഈ ക്യാപ്ഷൻസൊക്കെ കൊടുക്കുന്നിടത്ത് 2 സാധനങ്ങളെന്നൊക്കെ ആയിരിക്കും. അങ്ങനെ കുറേ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇതിലങ്ങനെ അബദ്ധമൊന്നുമില്ല കേട്ടോ. ഒപ്പം എന്തായാലും ഞാൻ എടുത്തേക്കുന്നത് ആകെ കൂടെ 3 പ്രൊഡക്ട്സേ ഉള്ളൂ, അതിൽ കൂടുതലില്ല. ഞാൻ കറക്റ്റായിട്ട് ഇവിടെ എണ്ണി പറക്കുകയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു മിററും എടുത്തിട്ടുണ്ട്, അതുകൂടെ കൂട്ടി 4 എണ്ണം, അല്ലാണ്ട് 3 എണ്ണം ഒന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ ഇതിനിങ്ങനെ വീഡിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞുകൂടാ ഗൈസ്. അതായത് ഇപ്പം എല്ലാവരും ഇങ്ങനെ കുറേ സ്റ്റെപ്പൊക്കെ ചെയ്തിട്ട് മേക്കപ്പ് ചെയ്യാൻ നിൽക്കുമ്പോഴേ കുറേ ടൈം പോകത്തില്ലേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും പോകണമെങ്കിൽ എങ്ങനെ റെഡി ആവുന്നതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഞാൻ എടുത്തിരിക്കുന്ന പ്രൊഡക്റ്റ്, അതിന് മുന്നേ എൻ്റെ ഫേസിൽ ഓൾറെഡി ഞാൻ ഐലൈനറൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഓൾറെഡി ഞാൻ രാവിലെ ഒരിടത്ത് പോകാൻ വേണ്ടി എഴുതിയതാണ്. അതിന് മുന്നേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ അത് മൈൻഡ് ചെയ്യേണ്ട കേട്ടോ. അതവിടെ ഇരുന്നോട്ടെ, നമുക്ക് അതിൻ്റെ പുറത്തോട്ട് മേക്കപ്പ് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ സ്കിൻ കെയറും മേക്കപ്പും രണ്ടും രണ്ടാണ് കേട്ടോ. അപ്പം സ്കിൻ കെയർ മസ്റ്റായിട്ടുള്ളൊരു സംഭവമാണല്ലോ, അത് നിങ്ങൾ ചെയ്തിരിക്കണം. ഈ മേക്കപ്പ് കൂടാണ്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് സ്കിൻ കെയർ. അപ്പം സ്കിൻ കെയർ പ്രൊഡക്ട്സ് അതിനകത്ത് കാണിക്കുന്നില്ല, അത് നിങ്ങൾ ഓൾറെഡി ചെയ്യേണ്ട കാര്യമാണ്. അത് ഈ മേക്കപ്പുമായിട്ട് ബന്ധമുണ്ട്. അത് ഈ മേക്കപ്പിനകത്ത് വരുന്ന സംഭവങ്ങളല്ല, ഈ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ടോണറും സെറവും ഒന്നും. അതുകൊണ്ട് അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. നമുക്ക് മേക്കപ്പ് എങ്ങനെ ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളത് എല്ലാവർക്കും അറിയാമായിരിക്കും, ഞാൻ ഇനിയും പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ, പൗഡറാണ് ഗൈസ്. അപ്പം ഒന്നും തോന്നണ്ട, കാരണം ഫസ്റ്റ് യൂസ് ചെയ്യേണ്ടത് ഈ ചിലവർക്ക് പൗഡർ ഇല്ലാണ്ട് പറ്റാത്തവരുണ്ട്, ചിലർ പൊട്ടി യൂസ് ചെയ്യാണ്ട് വെളിയിൽ പോകാത്തവരുണ്ട്, ചിലർക്ക് ഇപ്പോൾ ഐലൈനർ ഇല്ലാത്തവരുണ്ട്, ഇപ്പോൾ ചിലപ്പോൾ ലിപ്സ്റ്റിക് ഇല്ലാതെ പുറത്ത് പോകാത്തവരുണ്ട്. അങ്ങനെ കുറേ കാറ്റഗറി ആൾക്കാരുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, അതും 3 പ്രൊഡക്ട്സ് വെച്ച്. സോ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം കേട്ടോ. ഒപ്പം ഞാൻ മുഖമൊക്കെ തുടച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഐലൈനർ കഴുകിക്കളയാൻ കുറച്ച് പാടാണ്, അതുകൊണ്ട് ഞാനത് ചെയ്യാൻ പോയിട്ടില്ല. അപ്പം ഓൾറെഡി നിങ്ങൾ സ്കിൻ കെയർ വെച്ചിട്ട് വേണം ഈ സംഭവങ്ങളൊക്കെ ചെയ്യാൻ. അപ്പോൾ ഫസ്റ്റ് ഞാൻ എടുത്തിട്ടുള്ള പൗഡറാണ് കേട്ടോ. പൗഡർ നമുക്ക് എന്താ പറയുക, ചുമ്മാ ഇട്ട് കൊടുക്കാം, അത്രേ ഉള്ളൂ. ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രയും ഉള്ളതാണ് കേട്ടോ. ഞാൻ കുറച്ച് പൗഡർ എടുത്താലും എൻ്റെ മുഖത്ത് ഒരുപാട് പൗഡർ ഉള്ള പോലെ തോന്നും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഊതിക്കൾ വീട്ടുകാരെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ ഡെഡ്. അപ്പോൾ നമുക്കിത് ഹെഡായി കൊടുക്കാം. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ലിപ്പ് കറക്റ്റ് ആവുന്നില്ലായിരിക്കും, പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ. അപ്പം വേറൊരു കാര്യം എന്ന് വെച്ചാൽ, സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയൊന്നുമല്ല ഇത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്, ഫേസ് മൊത്തമായിട്ടാണ് ബ്ലെൻഡ് ചെയ്യാറ്. പക്ഷെ ഇതിപ്പം സംസാരിക്കേണ്ടത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ പൗഡർ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഡാർക്ക് സർക്കിൾസ് ഒക്കെ മറയ്ക്കാൻ നമ്മൾ കുറച്ച് സംഭവമൊക്കെ യൂസ് ചെയ്യാറില്ലേ. ഇപ്പം സമയമില്ലാത്ത സമയത്ത് അതൊന്നും യൂസ് ചെയ്യാൻ പോകണ്ട, കുറച്ച് പൗഡർ ഇട്ടിട്ട് അങ്ങ് മറച്ചാൽ മതി കേട്ടോ, അത് മറഞ്ഞാനിരുന്നോളും. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഐലൈനറാണ് ഗൈസ്. ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ഇതാണ് കേട്ടോ. ഞാൻ ഓൾറെഡി ഇതിൻ്റെ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഇൻസൈറ്റിൻ്റെ ഐലൈനറാണ് കേട്ടോ. ഇപ്പം ഞാൻ ഇപ്പോഴല്ല, കുറച്ച് നാളായത്, കുറച്ച് ആഴ്ചയായിട്ടായിട്ടുള്ള ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇത് അടിപൊളി ഐലൈനറാണ് കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ പുറത്തോടെ എഴുതി കൊടുക്കാം, കാരണം ഇതിൻ്റെ ഇടയ്ക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പം നമുക്കിതിൻ്റെ പുറത്തോടെ എഴുതി കൊടുക്കാം. അപ്പം രണ്ടാമതായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഐലൈനറാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് പൗഡറായിരുന്നു, സെക്കൻഡ് പ്രൊഡക്റ്റ് ഐലൈനറാണ്. ഇനി മൂന്നാമത്തെ പ്രൊഡക്റ്റ് വരാനിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ, സസ്പെൻസാണ്. പിന്നെ
പിന്നാണെങ്കിൽ നിങ്ങൾക്ക് സ്കിൻ കെയർ സംഭവം അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പറഞ്ഞാൽ മതി കേട്ടോ, ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമുക്ക് ഐലൈനർ എഴുതി കൊടുക്കാം. അപ്പോൾ ഈ ഐലൈനർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എഴുതി കൊടുക്കാം. ചിലരെന്താ വിങ്ങിട്ട് എഴുതുന്നവരുണ്ട്, ചിലർ വലുതായിട്ട് എഴുതുന്നവരുണ്ട്. ഞാൻ പലപ്പോഴായിട്ടുണ്ട് അല്ല പലതായിട്ടാണ് വരാറ്. ചിലപ്പോൾ ഈ കണ്ട് ഇങ്ങോട്ടും ആ കണ്ട് അങ്ങോട്ടൊക്കെ ഇരിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഐലൈനർ എഴുതട്ടെ. അപ്പോൾ ഗൈസ്, ഞാൻ എൻ്റെ ഐലൈനർ എഴുതിയിട്ട് വന്നിട്ടുണ്ട്. ഈ ഐലൈനർ ഞാനിപ്പോൾ കുറച്ചായിട്ടാണ് യൂസ് ചെയ്യാറ്, അതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് എഴുതാൻ പറ്റത്തില്ല. ഇത് വെച്ചതാണ് ഞാൻ ക്യാമറ ഓഫ് ചെയ്തിട്ട് എഴുതിയത്. പിന്നെന്താ, ഈ ക്യാമറ നോക്കി എഴുതാൻ എനിക്ക് ചില സമയത്ത് പറ്റും, പക്ഷെ അത് കുളമായി പോകണ്ടല്ലോ എന്ന് കരുതിയാണ് ഞാൻ അല്ലാണ്ട് പോയി എഴുതിയത്. അപ്പോൾ ഇതേ നമ്മൾ ഐലൈനർ എഴുതിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സംഭവം എന്ന് പറയുന്നത് മസ്കാരയാണ് കേട്ടോ. മസ്കാര ഞാൻ യൂസ് ചെയ്യുന്നില്ല ഇവിടെ, കാരണം അതൊരു എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ട്സ് വല്ലാണ്ട് കൂടി പോകുന്നത് കൊണ്ട് തന്നെ ഞാൻ ഐലൈനർ വെച്ചിട്ട് മസ്കാര ഇടാനൊന്ന് ശ്രമിച്ച് നോക്കാം. നടക്കുമോ? വണ്ടി പോകുന്നു ഗൈസ്. അപ്പം ഞാൻ ഐലൈനർ വെച്ചിട്ട് മസ്കാര ഇട്ട് നോക്കട്ടെ. വെയിറ്റ് ഗൈസ്. പറ്റും ഗൈസ്. ഇതേ ജസ്റ്റ് ഇങ്ങനെ എനിക്ക് വന്ന് മസ്കാരയൊക്കെ നല്ലത് ഇതാണെന്ന് കേട്ടോ. ഇത് ജസ്റ്റ് ഇങ്ങനെ ആയി കൊടുത്താൽ മതി. വാട്ടർ പ്രൂഫിൻ്റെ ഐലൈനർ വല്ലതും ആണെങ്കിൽ അടിപൊളിയായിരിക്കും. കണ്ടോ ഗൈസ്? സത്യം പറഞ്ഞാൽ ആവശ്യത്തിനൊക്കെ പറ്റും കേട്ടോ ഇത് വെച്ചിടാനായിട്ട്. അപ്പം നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടില്ല. അപ്പം നമ്മൾ ഇതുവരെ 2 പ്രൊഡക്റ്റാണ് എടുത്ത് കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ ഒറ്റൊരു പ്രൊഡക്റ്റ് കൂടെ ഉള്ളൂ, കൂടുതലൊന്നുമില്ല, ഒറ്റൊരു പ്രൊഡക്റ്റേ ഉള്ളൂ. ഇത് ഞാൻ എടുത്തിട്ടുള്ളത് ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റാണ് കേട്ടോ. ഇത് അടിപൊളി സംഭവമാണ്. എനിക്കിതിൻ്റെ ബോട്ടിലും ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തോ സംഭവം കണ്ടാലും ഞാൻ ബോട്ടിൽ കണ്ടിട്ടാണ് മേടിക്കാറ്. ഇതിൻ്റെ സ്മെല്ലും അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഇതാണ് കേട്ടോ, ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റ്. അപ്പോൾ ഈ കുറച്ചെടുക്കാം. നമുക്കിതെന്താ ബ്ലഷായിട്ടിടാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. അതിനകത്ത് അങ്ങോട്ട് കിട്ടുന്നില്ല. ഇതുകൊണ്ട് നമുക്ക് 3 ഉപയോഗമുണ്ട്. നമുക്ക് ബ്ലഷായിട്ടും ഇടാം, ലിപ്പിലും ഇടാം, പിന്നെ നമുക്ക് ഐഷാഡോയിൽ ഇട്ട് കൊടുക്കാം. പക്ഷെ ഞാൻ ഇട്ട് കൊടുക്കാണ്ടിരുന്നത് ഐലൈനർ ഓൾറെഡി എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാണ്ടിരുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിന് പകരം വേണമെങ്കിൽ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാം. ഞാൻ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാണ്ടിരുന്നത് ലിപ്സ്റ്റിക്ക് നമ്മുടെ മുഖത്തിലൊക്കെ തേച്ച് കഴിഞ്ഞാൽ കുരുക്കൾ വരുമായിരിക്കും എന്ന് കരുതിയാണ് ഞാൻ ഇട്ട് കൊടുക്കാണ്ടിരുന്നത്. ഇപ്പം എൻ്റെ ഇത് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ, ഞാൻ പറയാട്ടോ, അല്ല തരാട്ടോ. ഇതിന് എന്തായാലും 100 രൂപ ആ ഒരു റേഞ്ചിനടുത്താണ് വരുന്നത്. പക്ഷേ ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ 3 പ്രൊഡക്ട്സ് വെച്ചിട്ടുള്ള മേക്കപ്പ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്തോണം. അത് നമ്മുടെ മേക്കപ്പിനകത്ത് പറയുന്ന സംഭവമല്ലല്ലോ, അതാണ് ഞാൻ ചെയ്യാണ്ടിരുന്നത്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഇനി ഇതേ ഐലൈനർ വെച്ചിട്ട് നിങ്ങൾക്ക് പൊട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ പൊട്ടിപ്പോൾ യൂസ് ചെയ്യാറില്ല, അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാണ്ടിരുന്നത്. അപ്പം ഐലൈനർ വെച്ച് തന്നെ നിങ്ങൾക്ക് ഒരു കുത്തിട്ട് കൊടുത്താൽ മതിയല്ലോ, പൊട്ടുമായി. അപ്പോൾ എന്തായാലും നമ്മുടെ 3 പ്രൊഡക്ട്സ് വെച്ചിട്ടുള്ള മേക്കപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇനിയും ലിപ്സ്റ്റിക്ക് ഇടാണ്ട് പുറത്ത് പോകാത്തവരുണ്ട്, ഐലൈനർ ഇടാതെ പുറത്ത് പോകാത്തവരുണ്ട്, പൊട്ട് ഇടാണ്ട് പുറത്ത് പോകാത്തവരുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരു സൊല്യൂഷൻ ആയല്ലോ. ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതായിരിക്കും, അതെനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഞാൻ നേരത്തെയൊക്കെ ഇതൊക്കെയായിരുന്നു. നേരത്തെ ബ്ലഷൊന്നും യൂസ് ചെയ്തില്ലായിരുന്നു, പക്ഷെ നേരത്തെയൊക്കെ ഇങ്ങനെ ആയിരുന്നു. ഇപ്പോഴല്ലേ പിന്നെ കുറച്ചുകൂടി ഗ്രോ ആവുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് സ്കിൻ കെയറിൻ്റെ വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. പിന്നെ അതേ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. പിന്നെ നമ്മുടെ ഐലൈനർ ഇതിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ എന്തായാലും എൻ്റെ എക്സാംസ് ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല, എനിക്കിനി ഒരു എക്സാം കൂടെ ഉണ്ട്. ഇന്നത്തെ നമ്മുടെ ഡേറ്റ് 28 കേട്ടോ, മാർച്ച് 28 ഇന്ന്. അപ്പോൾ എനിക്ക് നാളെ ഒരു എക്സാം കൂടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എക്സാം ആയിട്ടാണല്ലോ ഇവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതെന്ന്. ഇതെല്ലാം പോവും, എല്ലാം നമുക്ക് കൊണ്ടുപോകണ്ടേ. അപ്പോൾ എന്തായാലും നാളെ ഒരു എക്സാം കൂടെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ സംഭവം സ്കിൻ കെയറും ഇതിൻ്റെ ലിങ്കും റിവ്യൂവും എന്തെങ്കിലുമൊക്കെ വീഡിയോസ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ടാറ്റാ.